ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? എവിടെ വരെ CPIക്ക് പോകാൻ കഴിയും? ശ്രീ മഞ്ജുഷ്, നിലവിലുള്ളൊരു സങ്കീർണമായ സാഹചര്യം ഒരു പരിധിവരെ CPIക്ക് വലിയ സാധ്യതയും അതേസമയം തന്നെ വെല്ലുവിളിയുമാണ്. സാധ്യത എന്ന് പറയുമ്പോൾ CPIയുടെ രാഷ്ട്രീയ പ്രസക്തി പ്രത്യയശാസ്ത്രപരമായി സ്ഫുടം ചെയ്തെടുക്കാൻ കിട്ടുന്ന ഏറ്റവും ഒന്നാന്തരം അവസരമാണ്. മുൻകാലങ്ങളിൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പരിഹാസരൂപേണ വിളിക്കപ്പെട്ടിരുന്ന CPI ഇന്ന് യഥാർത്ഥ ഇടത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അണികളോട് പറയാൻ കഴിയും. ഇടത് മനസ്സുള്ള കേരളത്തിലെ ജനസാമാന്യത്തോട് പറയാൻ കഴിയും. അപ്പം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസക്തിയുടെ വിഷയമാണ്. എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ ചന്ദ്രകാന്ത് പറഞ്ഞതും ആ ഒരു രാഷ്ട്രീയ പ്രസക്തിയാണ്. ഇവിടെ വലിയേട്ടൻ്റെ തണലിലായി പോകുന്നു. ഈ മണ്ഡലങ്ങളുടെ ഈ വീതം വയ്പ് ഉൾപ്പെടെ വരുമ്പോൾ വേണ്ട വിലപേശൽ ശക്തി CPIക്ക് ലഭിക്കില്ല. ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് CPI ഒരു പ്രൊട്ടക്റ്റ് നോക്കിയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ വന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ CPM-ഉം CPI-യും ഒരേപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020-നെ ഒരേപോലെ കണ്ടിരുന്നു, വിമർശിച്ചിരുന്നു. പെട്ടെന്ന് അതിലൊരു കക്ഷി വളരെ പ്രായോഗിക സമീപനത്തോടു കൂടി ആ നയം തത്വത്തിൽ അംഗീകരിക്കാൻ തയ്യാറാവുകയും അതിൻ്റെ ഷോക്കേസിങ്ങിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പല പദ്ധതികൾ, PM-ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ചേരാൻ ഈ രാജ്യരാമാൻ അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് വലിയ നിഗൂഢമായ രീതിയിൽ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് CPIയുടെ എതിർപ്പൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രസക്തി ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കാനുള്ള CPIക്ക് ലഭിച്ച ഒന്നാന്തരം അവസരമാണ്. അതേപോലെ തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച CPIക്ക് ഓപ്ഷൻസ് ഉണ്ട്. UDF-ൽ അവർക്ക് ഇടമുണ്ടോ എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഒരു കാലത്ത് ഈ കോൺഗ്രസ് പാർട്ടിയും CPI-യും യോജിച്ച് പ്രവർത്തിച്ചിരുന്നൊരു കാലമുണ്ട്. അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലം കേരളത്തിൻ്റെ ഒരു വലിയ ഏറ്റവും അധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയാണ്. ആ ഒരു ഭരണകാലമാണ്. രാജൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില വിവാദങ്ങൾ ഉണ്ടായ അവസാന കാലത്ത് എങ്കിൽ പോലും അച്യുതമേനോൻ എന്ന CPI മുഖ്യമന്ത്രിക്കെതിരെ വിരലുകൾ ചൂണ്ടപ്പെട്ടില്ല എന്നുകൂടി ഓർക്കണം. ആ ഒരു ഗതകാല പ്രതാപത്തിൻ്റെ കാലത്തേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാനാവും. ഒരിക്കലും മുഖ്യമന്ത്രി പദം കിട്ടില്ല എന്നറിയാം. കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ വിലപേശ ശക്തി ഉണ്ടാവില്ല, വലിയ വിലപേശ ശക്തി ഉണ്ടാവില്ല എന്നും അറിയാം. നിലവിലുള്ള 16 സീറ്റുകൾ ഇപ്പോൾ മത്സരിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുന്ന അതേ നമ്പർ സീറ്റുകൾ ഒരുപക്ഷെ UDF-ന് അലോട്ട് ചെയ്യാൻ കഴിയില്ല എന്നും അറിയാം. എങ്കിലും ഒരു പാലം അവിടെ ഇട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വളരെ നീട്ടി ഒരു ചൂണ്ട എറിഞ്ഞിരിക്കുകയാണ് ഈ UDF-ൻ്റെ ചെയർമാൻ ശ്രീ അടൂർ പ്രകാശ്. അപ്പം അവിടെ അതിലൊന്നും ഉടനെ കൊത്താൻ സാധ്യതയില്ല. ഇപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെല്ലാം സാധ്യതകളാണ്, ഇതെല്ലാം ഓപ്ഷൻസാണ്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ CPI സംബന്ധിച്ചിടത്തോളം ഇടത് മതേതര ജനാധിപത്യ ബദൽ, അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിൽ CPM-ഉം CPI-യും RSP എല്ലാം തന്നെ ഇടത് ബദലിന് വേണ്ടിയുള്ള ഒരു വലിയ സെർച്ചിലാണ്. ആ സെർച്ച് ത്രിപുരയിലും ബംഗാളിലും ഒന്നും തന്നെ ഫലം കാണുന്നില്ല. അവശേഷിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്താണ് കേരളം. അവിടെ ഒരു ഇടത് മനസ്സുള്ള കുറേ പേരുണ്ട്. അവിടെ ഇടതുപക്ഷത്തെ തന്നെ കക്ഷികൾ നാലായി ചിതറിപ്പോകുമ്പോൾ എത്രത്തോളം ഇടത് വോട്ടുകൾ CPIക്ക് സമാഹരിച്ചുകൊണ്ട് മറുപക്ഷത്തേക്ക് പോകാനാകും എന്നത് വെല്ലുവിളി തന്നെയാണ്. അതുമാത്രമല്ല CPI ഈ പാലം വലിച്ചു എന്ന ഒരു പ്രചരണം ഒരുപക്ഷെ CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. ഇതെല്ലാം തന്നെ വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് CPM-നെ പിണക്കിക്കൊണ്ട് പൂർണ്ണമായും മന്ത്രിസഭയിൽ നിന്ന് ഒരു ദിവസം മാറി നിൽക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ മന്ത്രിസഭയിൽ നിന്നും ആത്യന്തികമായി മന്ത്രിമാർ 4 CPI മന്ത്രിമാർ രാജിവെച്ച് പുറത്തു പോവുകയും ഇനി വേണ്ടെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്യുന്ന സങ്കീർണ്ണമായ അവിടെ വരെ എത്തുമോ എന്നുള്ളതാണ്. ഇപ്പോൾ രാജിവെച്ചാൽ പോലും അതും ഇടതുമുന്നണിയിൽ തന്നെ തുടർന്നുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ അതിനും അപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റുമെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുകയില്ല.